എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ സമവായ ഫോർമുല ഇന്നു മുതൽ നടപ്പാക്കും. ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പം ഞായറാഴ്ചകളിലും പ്രധാന തിരുനാളുകളിലും ഒരു ഏകീകൃത കുർബാന നടപ്പാക്കാമെന്നാണ് ധാരണ. അതേസമയം സമവായ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം വിശ്വാസികൾ സഭാ ആസ്ഥാനത്തിന് മുൻപിൽ പ്രതിഷേധിക്കുകയാണ്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഈ പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ചു, കാര്യങ്ങളെല്ലാം സമവായത്തിലേക്ക് എത്തി എന്ന് കരുതിയിടത്താണോ വീണ്ടും പ്രതിഷേധം ഉടലെടുക്കുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം പൊതുവിൽ കരുതിയിരുന്നത് ഈ രീതിയിലേക്ക് ഒരു സമവായ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിൽ തന്നെയാണ് പോയിരുന്നത്. കാരണം ഒരു സമവായം മുൻനിർത്തി തന്നെയാണ് ഈ പദ്ധതി ഈ ഒരു തീരുമാനങ്ങൾ നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകരിച്ച കുർബാന, അതായത് ഈ സിറോ മലബാർ സഭയിൽ സിനഡും എല്ലാം തന്നെ നടപ്പാക്കിയ നിർദ്ദേശമുള്ള ഏകീകൃത കുർബാന അത് നടപ്പാക്കണം എന്നതായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊരു വലിയ വിഭാഗം വൈദികർ ഉൾപ്പെടെയുള്ളവർ എതിർത്തു. തങ്ങൾക്കത് സാധ്യമാകില്ല എന്ന് തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ വലിയ തർക്കങ്ങളിലേക്ക് നമ്മൾ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ വലിയ ചർച്ചകളിലേക്ക്, വലിയ വെല്ലുവിളികളിലേക്ക് എല്ലാം തന്നെ നീങ്ങുകയും ചെയ്തു. പിന്നീട് ഇവിടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വരുന്നു, റാഫേൽ തട്ടിൽ നിയമിതരാകുന്നു. അതിനുശേഷം ഇവിടെ അപ്പോസ്റ്റലേറ്റിക് വികാരി വരുന്നു, ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി വരുന്നു. തുടർന്ന് അവരുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയ ചർച്ചകൾ, ഇതിനെല്ലാം ശേഷമാണ് പുതിയൊരു സമവായ സാധ്യതകളിലേക്ക് വരികയും ഏകീകരിച്ച കുർബാന അത് ആഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട ദിവസം, അത് കടപ്പെട്ട ദിവസം ചൊല്ലാം എന്ന രീതിയിലേക്ക്, അർപ്പിക്കാം എന്ന രീതിയിലേക്ക് വരികയും മറ്റ് സമയങ്ങളിൽ മറ്റ് കുർബാനകൾ ജനാഭിമുഖ കുർബാനയായി തുടരുകയും സഭ മറ്റൊരു തീരുമാനമെടുക്കും വരെ ജനാഭിമുഖ കുർബാനയായിട്ട് അത് തുടരുകയും ചെയ്യും എന്നതെല്ലാം പറയുകയും ചെയ്തു. അങ്ങനെ ഒരു സമവായത്തിലേക്ക് പോവുകയും വൈദികർക്കെതിരെ എടുത്ത നടപടികൾ അത് അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പുതിയ ഫോർമുല വരുന്നു. അങ്ങനെ ഈ വിഷയങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത് അവസാനിപ്പിക്കപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് സഭ ആസ്ഥാനത്ത് മുന്നിൽ സഭ ആസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധമാണ്. ഇത് വൺ ചർച്ച് വൺ കുർബാന എന്ന രീതിയിലുള്ള മൂവ്മെൻ്റാണ്. ഇത് നേരത്തെ ഈ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം തന്നെ ബിഷപ്പുമാർക്കൊപ്പം തന്നെ സഭാ നേതൃത്വത്തിനൊപ്പം തന്നെ നിലകൊണ്ട വിശ്വാസികളാണ്. ഈ ഒരു സമവായ ഫോർമുല അത് തെറ്റാണ്, അത് അങ്ങനെ നടപ്പാക്കുന്നത് ഏകപക്ഷീയമാണ്. നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനപ്രകാരം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക, സഭാ നേതൃത്വം തങ്ങളെ വഞ്ചിച്ചു എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. മാർ ജോസഫ് പാംപ്ലാനി ഇതിൽ നിന്ന് പുറത്താക്കുക, റാഫേൽ തട്ടിൽ രാജിവെക്കുക എന്നതെല്ലാമാണ് അവർ പറയുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവും കാര്യങ്ങളുമായിട്ടും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്? കാരണം ഒരു സഭാ നേതൃത്വം, ഔദ്യോഗിക നേതൃത്വം അതൊരു തീരുമാനത്തിലേക്കെല്ലാം എത്തിയിരിക്കുന്നു. അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് സിറോ മലബാർ സഭ 35 രൂപതകൾ ഉൾക്കൊള്ളുന്നതാണ്. 35 രൂപതകളും കൂടി ഒരുമിച്ച് ചേർന്ന്, പിതാക്കന്മാർ ഒരുമിച്ച് ചേർന്നിട്ടാണ് സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം ഈ സഭയിൽ നടപ്പിലാക്കിയത്. അതിന് വിരുദ്ധമായിട്ട് ഈ സഭയെ നയിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും ഈ അതിരൂപതയ്ക്ക് മാത്രമായിട്ട് ഒരു മാർഗരേഖ എന്ന് പറഞ്ഞിട്ടൊരു തട്ടിക്കൂട്ട് പരിപാടി, അതായത് സഭയുടെ കുർബാനയെ വേസ്റ്റ് ആക്കിക്കൊണ്ടും സഭ നൈയാമികമല്ലാത്ത കുർബാനയെ സഭയുടെ കുർബാനയായി പ്രഖ്യാപിച്ചുകൊണ്ടും വിശ്വാസികളെ അവഹേളിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ അതിരൂപതയിൽ 5.5 ലക്ഷം വിശ്വാസികളോട് ഈ അധികാരികൾ കാണിച്ചിരിക്കുന്നത്. അത് അങ്ങേയറ്റം നിന്ദനമാണ്. അതുകൂടാതെ തന്നെ കാനോനികപരമായിട്ട് നമ്മുടെ സഭയ്ക്ക് പൗരസ്ത്യ കാര്യാലയത്തിന്റെ കാനോനികപരമായിട്ടാണ് ഈ സഭ നിലനിൽക്കുന്നത്. അതുകൂടാതെ ഈ അതിരൂപതയ്ക്ക് തന്നെ അതിരൂപതാ നിയമസംഹിതയുണ്ട്. ഇതിനെ രണ്ടിനെ മറികടന്നുകൊണ്ട് സഭ കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയ വൈദികരെ വരെ ഇടവക വികാരിമാരായിട്ട് ഇവർ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരാരെയാണ് പ്രതിദാനം ചെയ്യുന്നത്? ഇവർ സഭയാണോ പ്രതിദാനം ചെയ്യുന്നത്? അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും ഗൂഢസംഘത്തെയാണോ ഇവർ പ്രതിദാനം ചെയ്യുന്നത്? ഞങ്ങൾ സഭാമക്കൾക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ തൊപ്പി തലയെ വെക്കാനും ഈ അരപ്പട്ട അരയെ കെട്ടാനും നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ സഭയാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ സഭ ഞങ്ങൾക്കായി പകർന്നു നൽകിയ നൈയാമികമായ വിശുദ്ധ കുർബാന അർപ്പണമാണ് ഈ വിശ്വാസികൾക്ക് കൊടുക്കേണ്ടത്. ഇന്ന് സഭയുടെ ഓർമ്മ ദിനത്തിൽ ഞങ്ങൾ 353 പള്ളികളെ പ്രദാനം ചെയ്തു വന്നിരിക്കുന്ന ഈ വിശ്വാസ സമൂഹം ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട ദിവസമാണ്. ആ ദിവസത്തിലാണ് ഞങ്ങൾ ഈ ആസ്ഥാന കാര്യാലയത്തിന് മുമ്പ് വന്ന് നിൽക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പും അതോടൊപ്പം തന്നെ ഈ അപ്പോസ്റ്റലിക് വികാരിയും എല്ലാം ആദ്യഘട്ടത്തിൽ ഈ ഒരു നിലപാടുകൾ സ്വീകരിച്ചിരുന്നല്ലോ. പിന്നീട് എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും സഭയുടെ ബോഡിയിൽ വരുമ്പോൾ അവർ സഭയോടൊപ്പമാണെന്ന് പറയുകയും ഞങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഞങ്ങളും നിങ്ങളോടൊപ്പമാണെന്ന് പറയുകയും
ഇപ്പുറത്ത് വന്ന് വേറെ ആൾക്കാരോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് സഭയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വിത്തിൻ 1 month മേജർ ആർച്ച് ബിഷപ്പിന്റെ തൊപ്പി തെറിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. വത്തിക്കാൻ വളരെ സസൂക്ഷ്മമാണ് ഈ സിറോ മലബാർ സഭയും ഈ അതിരൂപതയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നടപടികൾ വരും ദിനങ്ങളിൽ വരും. നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കടന്നു വരും. പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കും. രീതിയിൽ പ്രതിഷേധം ശക്തമായി തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. സഭ ആസ്ഥാനത്ത് മുന്നിലാണ് ഈ സമരം നടക്കുകയും സഭാസ്ഥാനത്ത് മുന്നിലാണ് ഈ സമരം നടക്കുന്നത്. എന്തായാലും നമ്മുടെ നന്ദി പറയാം. നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ പ്രദാനം ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിലേക്ക് സഭാ വിശ്വാസികൾ ഹലോ യെസ്, ഡാനിപ്പോളാണ് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കത്തിൽ സമവായ ഫോർമുല ഇന്നു മുതൽ നടപ്പാക്കാൻ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് വീണ്ടും പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്തേക്ക് എത്തുന്നത്. പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ച് സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പ്രതീക്ഷിച്ച് ഇടത്തു നിന്നാണ് വീണ്ടും പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നത് എന്നതാണ് സാഹചര്യം.